എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര ബിൽ ട്രൈബൽ വീഡിയോയുടെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 പാർട്ടുകൾ കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ അവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വേണ്ടി കുറച്ച് നാടൻ കോഴികളെ അവരുടെ വീടുകളിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അതിനെ കൊന്ന് അതിന്റെ പപ്പെല്ലാം പറിച്ച് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നല്ല തീയിൽ തന്നെ ചുട്ട് ചെറിയ പീസുകളാക്കി പാകമാക്കി അതിനെ മാറ്റുന്നു. അത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത ശേഷം കുറച്ച് മാത്രം മസാലപ്പൊടി ഇട്ട് വറ്റൽമുളക് നല്ലവണ്ണം ചതച്ച് ചേർത്തിട്ടുണ്ട്. ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ മസാലക്കൂട്ടുകളൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നല്ല നാടൻ കോഴിക്കറി തയ്യാർ. അടുത്തതായി അവർ ചെയ്യുന്നത് കറിയിലുള്ള കഷ്ണങ്ങൾ ചാറിൽ നിന്ന് വേർതിരിക്കുകയാണ്. ഭക്ഷണത്തോടുകൂടി നാരങ്ങ ചെറു കഷ്ണങ്ങളാക്കിയതും സവോളയുടെ 4-5 കഷ്ണവും ഉപ്പും ചേർത്തുള്ള ഒരു കൂട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ എല്ലാ ഭക്ഷണത്തിലും ഇതുണ്ടായിരിക്കും. ഇനി കോഴിക്കറി കൂട്ടി നല്ലൊരു പിടി പിടിക്കാം. ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറ് കൈകൊണ്ടാണ് വിളമ്പുന്നത്. കോഴിക്കറിയുടെ കഷ്ണം അങ്ങനെ തന്നെ കൈകൊണ്ട് വിളമ്പുന്നു. അതിന്റെ ചാറ് ചോറിലൊഴിച്ച് നല്ലവണ്ണം നമുക്കൊന്ന് തട്ടാം. ഇനി ഞാനൊന്ന് തുടങ്ങട്ടെ. അങ്ങനെ സൂപ്പർ ഒരു ഊണ് കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചാലുടനെ ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊരു പാത്രമായി വരും. ആ പാത്രത്തിലേക്ക് ഇരുന്ന ഇരിപ്പിൽ തന്നെ കൈ കഴുകണം. വൈകിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കുകയാണ്. ഓരോ ദിവസവും ഓരോ തരം ധാന്യങ്ങൾ തിരികലിൽ പൊടിച്ചുണ്ടാക്കുകയാണ്. ഒരു പാത്രത്തിൽ കുഴച്ച മാവ് ഇതേ രീതിയിൽ പരത്തിയെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നു. വൈകുന്നേരത്തുള്ള ലഘുഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അണ്ടിപ്പരിപ്പ്, കടല, മറ്റ് ധാന്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് അവലും കൂടെ ചേർത്ത് നെയ്യിൽ വാർത്തെടുക്കും. ഇതിന്റെ പേര് പോഹ എന്നാണ്. ഇക്കാണിച്ചിരിക്കുന്നതാണ് ബിൽ ട്രൈബലിന്റെ ചില ഭക്ഷണ രീതികൾ. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. അടുത്ത വീഡിയോ ഇതിന്റെ 5ാം ഭാഗമായ മഹാരാഷ്ട്ര ധാന്യവിളകൾ. ഇത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.